കരൾ രോഗങ്ങൾ വളരെ പെട്ടെന്ന് കരൾ ക്ഷീണിക്കാം, വളരെ പെട്ടെന്ന് തന്നെ കരൾ തിരികെ ആരോഗ്യത്തിലേക്ക് വരാം. ഇത് രണ്ടിനും ശേഷിയുള്ളതാ കരൾ. കരളിന് ഇപ്പോൾ എന്തൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാലും കരൾ ഇത്തിരി ആരോഗ്യക്കുറവ് കാണിക്കും ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ലിവർ എല്ലാറ്റിനോടും ഇങ്ങനെ പ്രതികരിക്കുന്നത്? എന്ത് വിഷയം വന്നാലും ഏറ്റവും പെട്ടെന്ന് ആരോഗ്യക്കുറവ് കരളിലാ കാണുന്നത്. നമ്മുടെ കുടുംബത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ബാക്കി ആരെയും ആ പ്രശ്നം വല്ലാതെ ബാധിക്കാതിരിക്കാൻ ആ വീട്ടിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആ ഒരു പ്രശ്നത്തിൻ്റെ തീവ്രത മുഴുവൻ ഏറ്റെടുക്കുകയും പരമാവധി ബാക്കിയുള്ളവരിലേക്ക് ആ പ്രശ്നത്തെ അങ്ങോട്ട് സ്പ്രെഡായി പോവാതെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ആ കുടുംബനാഥന് അല്ലെങ്കിൽ കുടുംബനാഥയ്ക്ക് വലിയ പിരിമുറുക്കത്തിലൂടെയോ അല്ലെങ്കിൽ വലിയ ആരോഗ്യക്കുറവിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാലും ഇത് ആ ഒരു പ്രത്യേക പ്രശ്നത്തെ തനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റൂ. ബാക്കി ആരും അതിൽ ഇടപെടുത്തി അനാവശ്യമായിട്ട് ദുഃഖിപ്പിക്കേണ്ടതില്ല, ആരോഗ്യക്കുറവ് ഉണ്ടാക്കേണ്ടതില്ല എന്ന ഒരു ആത്മധൈര്യത്തിൽ കുടുംബനാഥനല്ലേ കുടുംബനാഥ ആ ഒരു പ്രത്യേക പ്രശ്നത്തെ കൈകാര്യം ചെയ്യുകയും ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുകയും, കാരണം ഒരു കുടുംബത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. വീട്ടിലെ ബാക്കി അംഗങ്ങൾ കാര്യമായിട്ട് അതിനെക്കുറിച്ചിട്ട് ബോധർ ചെയ്യാറില്ല. പക്ഷെ ഇവർ എന്തുകൊണ്ട് ബോധർ ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനെ കാര്യക്ഷമമായിട്ട് എന്നതുപോലെ. എന്നിട്ട് ഒരു പ്രത്യേക പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുടുംബനാഥനും അല്ലെങ്കിൽ കുടുംബനാഥയ്ക്ക് വലിയ പിരിമുറുക്കമുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടുണ്ട്. എന്നാലും ആ പ്രത്യേക പ്രശ്നത്തെ സോൾവ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. സോൾവ് ചെയ്ത് കഴിഞ്ഞ പതിയെ തിരികെ ആ ഒരു മാനസിക ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കും. ഇതുപോലെ ഉള്ള ഒന്നാണ് കരൾ. കരൾ നമ്മുടെ ശരീരത്തിലെ ഏത് തരത്തിലും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനെ തടയും. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ബാക്കി അവയവങ്ങളിലേക്ക് ആ പ്രശ്നത്തെ അധികം പോവാനായിട്ട് അല്ലെങ്കിൽ ഓരോ അവയവങ്ങളെ ഏറ്റെടുക്കാനായിട്ട് അനുവദിക്കാതെ കരൾ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അങ്ങോട്ട് ഏറ്റെടുക്കും. അതെന്ത് വലിയ ടോക്സിൻ അകത്തെത്തിക്കഴിഞ്ഞാലും കരളായിരിക്കും അതിൻ്റെ എല്ലാ മാലിന്യങ്ങളെ സകലതിനെ ഈ പിരിമുറുക്കത്തെയൊക്കെ ഏറ്റെടുക്കുന്നുണ്ടാവും. കരളിനൊരു ആത്മവിശ്വാസമുണ്ട്, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഞാനാണ് ചെയ്യേണ്ടത്, ഇവരിലേക്കൊന്നും ഈ ദുഃഖം എത്തിക്കേണ്ടതില്ല അല്ലെങ്കിൽ എത്താൻ പാടില്ല എന്ന തരത്തിൽ കരൾ തന്നെ ഈ വിഷയപ്രശ്നങ്ങളെയെല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, അതടക്കം കരൾ തന്നെ ഏറ്റെടുക്കുകയും പരമാവധി പ്രശ്നങ്ങളെ കരൾ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ ഏത് തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും അകത്തെത്തുമ്പോൾ ഏത് തരത്തിലുള്ള വിഷാംശങ്ങളും അകത്തെത്തുമ്പോൾ ഈ സകലതിനെയും വേറെ എവിടേക്കും സ്പ്രെഡ് ആവാൻ വിടാതെ കരൾ അങ്ങോട്ട് എടുക്കും. ഇനി മദ്യം കഴിച്ചു, അതിൽ നിന്നുള്ള വിഷത്തെയും കരളെടുത്തു. അതിൽ നിന്നുള്ള വിഷത്തെ മാത്രമല്ല ഇത്രയും കൂടിയ കാലറിയുള്ള ഒരു വസ്തു നമ്മുടെ ആമാശയത്തിലേക്ക് ചെന്ന് വീണു മദ്യം കഴിക്കുമ്പോൾ. പക്ഷെ അതിന് ദഹനം വേണ്ട. മദ്യത്തിന് കുറേ നേരം ഇപ്പോൾ ചോറ് കൊണ്ട് കുറേ നേരം ദഹിക്കാൻ കാത്തിരിക്കുന്നത് പോലെ മദ്യം ദഹിക്കാൻ കാത്തിരിക്കൊന്നും വേണ്ട. മദ്യം കുടിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിക്കായി തുടങ്ങി എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആഗീരണം ശരീരത്തിൽ നടക്കുകയാണ്. ഇത്രയും കൂടിയ കാലറി ഉള്ള ഒന്ന് ഇത്രയും വലിയ എമൗണ്ട് നമ്മുടെ ആമാശയത്തിൽ എത്തിയിരിക്കുന്നു. വളരെ കൂടിയ കാലറി, പക്ഷെ ദഹനമില്ല, നാരുകളൊന്നുമില്ല. അപ്പോൾ ദഹിക്കാനായിട്ട് കുറേ സമയമില്ല എന്നുള്ളത് കൊണ്ട് അത് ആമാശയത്തിന് അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് വലിയ ട്രോമയാണത്, വലിയ ആരോഗ്യക്കുറവ് ഉണ്ടാക്കുക. അപ്പോൾ കരൾ എന്ത് ചെയ്യും? ആ കാലറീനെ വളരെ എക്സസൈഡിലെ കാലറീനെ വളരെ വേഗത്തിൽ തന്നെ ഫാറ്റാക്കി മാറ്റി, വാസ്തവത്തിൽ ഫാറ്റാക്കി മാറ്റി ലിവറും മറ്റു പലയിടങ്ങളിൽ എവിടെയൊക്കെയാണോ ഈ ഫാറ്റ് സ്റ്റോർ ആവേണ്ടത് അവിടെയൊക്കെ കൊണ്ട് ഇന്ന് എത്തിക്കേണ്ടതാണ്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ദഹിക്കാനായിട്ട് കാത്തു നിൽക്കേണ്ടതില്ല. പെട്ടെന്ന് തന്നെ ആമാശയത്തിൽ നിന്നും ഇതിനെ മാറ്റണ്ടേ, നീക്കം ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ എക്സസ് ആയിട്ടുള്ള കാലറി കൊണ്ടുണ്ടാവുന്ന കൂടിയ ഫാറ്റ് മുഴുവൻ കരളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരുന്നു. അതിപ്പോൾ മദ്യം കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ മധുരം കഴിക്കുമ്പോൾ വളരെ കൂടിയ കാലറി ഉള്ളതും വളരെ കുറഞ്ഞ നാരുകളുള്ളതും ആയിട്ടുള്ള ഏത് ആഹാരം കഴിക്കുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ത്യാഗമനോഭാവമുള്ള ഒരു അവയവമാണ് കരൾ. പക്ഷെ ത്യാഗമനോഭാവം ഉണ്ടാവുമ്പോൾ ഉള്ള ഗുണവും ദോഷവും നമുക്കറിയാലോ. ദോഷം എന്താ? ഇന്ന് നമ്മൾ അങ്ങനെ മിണ്ടാതെ എല്ലാ ദുഃഖവും സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരെ കൂടുതൽ അവരുടെ തലക്കേറിന്ന് ചവിട്ടി ഡാൻസ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ അവർ പാവങ്ങളാണ്, അവർ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് കണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയൊന്നുമല്ല ചെയ്യുക. കുഴപ്പമില്ല, അത് അവൻ സഹിച്ചോളും എന്ന തരത്തിൽ അതും കൂടി അവൻ്റെ തലയിലേക്ക് ഇടുക എന്നുള്ള രീതിയാണ് പൊതുവേ നമ്മുടെ മനോഭാവം എന്നുള്ളത് കൊണ്ട് കരളും അത് സഹിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം എന്ത് ചെയ്ത് കഴിഞ്ഞാലും കരളത് അതിൽ നിന്നുള്ള വിഷാംശത്തെ എടുത്തോളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കരളിനൊരു ലിമിറ്റുണ്ട്. കരളിൻ്റെ ധൈര്യം എന്താ? ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാലും ആ വിഷാംശത്തെയൊക്കെ എനിക്ക് നീക്കം ചെയ്യാൻ പറ്റും, തിരികെ വീണ്ടും ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റും, വീണ്ടും ഇതേ പ്രവർത്തനം എല്ലാ കാലത്തും
തുടർന്ന് കൊണ്ടുപോകാനും പറ്റും എന്നുള്ള ധൈര്യത്തിലല്ലേ കരൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ രാസവസ്തുക്കളും വലിയ ഇതുപോലെ ഭക്ഷണത്തിലെ ഭക്ഷണത്തിലെ കീടനാശിനികളായിക്കോട്ടെ, നിറങ്ങളായിക്കോട്ടെ, മരുന്നുകളിലത്തെ രാസപദാർത്ഥങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കരള് ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റായിക വരും. കരൾ ഡാമേജ് ആവാനായിട്ട് തുടങ്ങും. അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരികെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഭാഗത്തിലായി തുടങ്ങും.